ഇത് നല്ല പച്ച അയിലയും പച്ച കോരയാണ്. നല്ല നല്ല ഫ്രഷ് മീനാണ് കിട്ടിയിട്ടുള്ളത്. ചേട്ടൻ കാക്കനാട് പോയി വാങ്ങിച്ചിട്ട് വന്നതാണ്. അപ്പം ഞാൻ പോയിട്ടില്ല. അപ്പോൾ വീട്ടിലെ ചേട്ടന് കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ്റെ കടയിൽ പിള്ളേരും ഇവിടെ വന്നിട്ടുണ്ട്. അവരവരുടെ വർക്കിൻ്റെ കംപ്ലീറ്റ് ചെയ്യാനുള്ളതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ മീൻ വെട്ടാൻ ഇറങ്ങി. അപ്പോൾ ചേട്ടനും എൻ്റെ കൂടെ ഉണ്ട്. ഞങ്ങളോട് കഥ പറഞ്ഞിട്ടാണ് മീനൊക്കെ വെട്ടുന്നത്. അപ്പം വർക്ക് നടക്കുന്നതുകൊണ്ട് തന്നെ ചേട്ടൻ ഇതൊന്നും കൂടുന്നില്ല, വീഡിയോ എടുത്ത് തരുന്നുണ്ട്. അപ്പോൾ ഇന്ന് മീനൊക്കെ വെട്ടുന്നെങ്കിൽ ഇതൊന്നും നമ്മളിന്ന് വെക്കുന്നില്ല. നമ്മളിതെല്ലാം വെട്ടി തേച്ച് കഴി ഫ്രിഡ്ജിലോട്ട് വെക്കുന്നതേ ഉള്ളൂ. കാരണം നാളെ ഉച്ചക്കത്തേക്കാണ്. നമുക്ക് നാളെ ഉച്ചയ്ക്ക് 2 പേര് നമ്മുടെ വീട്ടിൽ വരും. അപ്പോൾ അവർക്ക് ഫുഡ് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതെല്ലാം വൃത്തിയാക്കിയൊക്കെ വെക്കാമെങ്കിൽ പകുതി പണി കഴിഞ്ഞല്ലോ. അപ്പോൾ ഞാൻ മീനൊക്കെ അയില വേണം വറക്കാനായിട്ട് കുറച്ച് എടുത്തിട്ടുള്ളൂ. അപ്പം നമുക്ക് അയിലയൊക്കെ വരഞ്ഞ് മസാലയൊക്കെ തേച്ച് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഞാൻ ചതച്ചിടുന്നുണ്ട്. അപ്പോൾ കുരുമുളകും ഒക്കെ നന്നായിട്ട് ചതച്ച് അത് പുരട്ടി നമുക്ക് മാറ്റി വെക്കാം. മീനെല്ലാം ഞാനെടുത്ത് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് മന്തി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇന്നത്തെ രാത്രിയിലത്തെ ഫുഡ് മന്തിയാണ്. അപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് മക്കൾ പറയുന്നവർക്ക് മന്തി വേണമെന്ന്. അപ്പോൾ പാറുവിന് നമുക്ക് വിളമ്പി കൊടുക്കാം. പാറുവിന് മാത്രം ഞാൻ വിളമ്പിയാണ് കൊടുക്കുന്നത്. പാറുവിന് എല്ലാം എടുത്ത് കൊടുക്കണം. അപ്പോൾ അവൾക്ക് എല്ലാം ഇച്ചിരിച്ച് മതി, അത് വേണ്ട ഇത് വേണ്ട എന്നൊക്കെ പറയുള്ളൂ. അപ്പോൾ അത് അവൾക്ക് അവിടെ ആവശ്യത്തിന് എടുത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഭയങ്കര ഡയറ്റാന്നൊക്കെ പറയും. എന്നിട്ട് ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ കൺട്രോൾ പോകും. സ്ഥിരം ഇതൊക്കെ തന്നെയാണ്. 4 ദിവസം ഡയറ്റ് പിടിക്കും, 5ൻ്റെ ഞാനത് മുടക്കും. പിന്നെ ഞാൻ എന്നോട് തന്നെ അങ്ങ് പറയും, ജീവിച്ചിരിക്കുമ്പോഴല്ലേ ഇതൊക്കെ കഴിക്കാൻ പറ്റുമെന്ന്. അപ്പോഴേ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.